എന്താ ഇന്ന് മനോജ് ഒരു സംഭവം ഉണ്ടായിട്ട് കേട്ടോ. ഇന്നുണ്ടായ സംഭവം പറഞ്ഞതിനിടയ്ക്ക് ഇന്നലെ ഞാൻ മഞ്ചേരിയിൽ നിന്ന് വരുമ്പോണ്ട് ആൾക്കൂട്ടം കിടക്കണേ. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഒരു സൈക്കിള് വീണ് കിടക്കുന്നുണ്ട്, കുറേ കോഴിമുട്ടിയും പൊട്ടിയിട്ടുണ്ട്. കണ്ടാത്തിൽ നമുക്കൊരു സങ്കടം തോന്നി. ഒരു നല്ലൊരു ഡീസൻ്റ് ആൾ വന്ന് കണ്ട് 500 റുപ്യ കൊടുത്തയക്ക്. അങ്ങനെ ഇപ്പോൾ കണ്ടപ്പോൾ പലരുമായിട്ട് ഇങ്ങനെ സഹായിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനും കൊടുത്തൊരു 50 റുപ്യ കൊടുത്ത്. അങ്ങനെ അത് എല്ലാവരും ക്ലീൻ ആക്കാനൊക്കെ സഹായിച്ചു, എന്തൊക്കെ കുട്ടികളൊക്കെ സഹായിച്ചു പോയി. ഇന്ന് എടരിക്കോട് ചെന്നപ്പോണ്ട് ആൾക്കൗട്ട് അതേമാതിരിക്ക് എടുക്കണേ. അപ്പോൾ ചെന്നപ്പോൾ ഒരു സൈക്കിള് നുറുക്കിൻ്റെ സൈക്കിളാണ്, ഒരു കൊട്ടൊന്നായിട്ട് റോട്ടുമ്മൽ വീണ് പൊട്ടി കിടക്കുന്നുണ്ട്, തകര് പൊടിയായിട്ട് കിടക്കണേ. അപ്പോൾ ഞാനും ചെന്ന് അപ്പോഴും തന്നെ ഒരു ചെങ്ങായി എന്നിട്ട് 500 റുപ്യ എടുത്ത് സഹായിച്ചു. ഓരോരുത്തരായിട്ട് കൊടുക്കണ്ടേ, ഞാനും എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ എന്നുള്ളത് ചെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴേ എനിക്കൊരു സംശയം, ഇത് ഇന്നലെ കണ്ട ആ ചെക്കൻ തന്നെയാണോ എന്ന് സംശയം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇവനെ കൊണ്ട് മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, ഇത് ഇന്നലെ മഞ്ചേരിയിലില്ലായിരുന്നു ചോദിച്ചു. അന്നോടെ പൊട്ടിക്കന്നപ്പോൾ സേട്ടാ തല്ലല്ലേ, അപ്പോഴാണ് എനിക്കിത് ബംഗാളിന്ന് മനസ്സിലാണത്. സേട്ടാ തല്ലല്ലേ, ഞങ്ങൾ മിഞ്ഞാന്ന് കൊണ്ടോട്ടിയിലായിരുന്നു, എല്ലാ ദിവസവും ഇതേപോലെ ഇങ്ങനെ നിൽക്കും. അയാൾ ആദ്യം പൈസ കൊടുത്താലിൻ്റെ മുതലാളി, അത് മലയാളി, ഇങ്ങനെ ആളുകൾ മലയാളി. അങ്ങനെ ഡെയിലി ഞങ്ങൾ 200 റുപ്യൻ്റെ കോഴിമുട്ടയ്ക്ക് 2000-2500 റുപ്യ ഒക്കെ ഇട്ടിക്കും. ബംഗാളി ഭാഷയിൽ മലയാളം പറയാനോട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അനക്ക് ഇതിലും തടലാ വെച്ചു. പകുതി മലയാളിക്ക് കൊണ്ടുപോകും, പകുതി ബംഗാളിക്ക് കൊണ്ടുപോകും. വല്ലാത്ത കഥ നമ്മളെ നാട്ടിലിട്ടോ.